ومن الناس والذواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء. അല്ലാഹു പറയുകയാണ് ومن الناس والذواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء. ഖുർആനിലെ 35-ാം അധ്യായമാണ്, സൂറത്തുൽ ഫാത്തിറാണ്, 28-ാമത്തെ വചനമാണ്. ومن الناس മനുഷ്യരിലുണ്ട് വദ്ദവാബി ജന്തുക്കളിലുണ്ട് വല്ലൻആമി നാൽക്കാലികളിലുണ്ട് മുഖ്തലിഫുൻ അൽവാനുഹു വിവിധങ്ങളായ വർണ്ണങ്ങളുള്ളവർ. 250 രാജ്യങ്ങളിൽ നിന്ന് 38 ലക്ഷം ഹാജിമാർ കഴിഞ്ഞ വർഷം അറമിൽ സമ്മേളിക്കുമ്പോ കറുത്തവരുണ്ട്, കാക്കക്കറുപ്പന്മാരുണ്ട്, കാബത്തിന്റെ കില്ല പോലെ കറുത്ത ആളുകളുണ്ട്, അതുപോലെ വെളുത്തവരുണ്ട്, രാജാക്കന്മാരുണ്ട്, ഹൈറ്റ് കൂടിയവരുണ്ട്, ഹൈറ്റ് കുറഞ്ഞവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്, സൗന്ദര്യമില്ലാത്തവരുണ്ട്, ചുവന്ന കളറുള്ളവരുണ്ട്, മഞ്ഞയും നീലയും കളർന്നവരുണ്ട്, വ്യത്യസ്ത കളറുകളുള്ളവരുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിവൈഭവമാണ്. ജന്തുക്കളിലുമുണ്ടതുപോലെ നിറവർണ്ണങ്ങളുള്ളവർ. ഇതൊക്കെ അല്ലാഹുവിന്റെ ശക്തിസിദ്ധിയാണ്. കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അങ്ങനെ അറിവുള്ളവരാണ് അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു എന്ത്? അല്ലാഹു പറയുകയാണ് യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. അല്ല മനുഷ്യരെ, ഔദാര്യവാനായ നിന്റെ നാഥന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ ഘടകം എന്താണ്? ഔദാര്യവാനായ നാഥന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ ഘടകം എന്താണ്? അവനാണല്ലോ നിന്നെ സൃഷ്ടിച്ചത്, നിന്റെ സ്ഥിതി വ്യവസ്ഥപ്പെടുത്തിയത്, നിന്റെ ആകാര സൗഷ്ഠവത്തെ ശരിപ്പെടുത്തിയതവനാണല്ലോ. എന്നിട്ട് അല്ലാഹു പറയുകയാണ് അവൻ ഉദ്ദേശിച്ചതാണ് നിങ്ങളുടെ ആകാര ഭംഗി. അതുകൊണ്ട് കറുത്തുപോയവനെ വിമർശിക്കരുത്, വെളുത്തവനെയും വിമർശിക്കരുത്, സൗന്ദര്യമുള്ളവനെയും വിമർശിക്കരുത്, വികലാംഗനെ വിമർശിക്കരുത്, ഹൈറ്റ് കുറഞ്ഞവനെ വിമർശിക്കരുത്. അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, അല്ലാഹു ചെയ്ത വ്യവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ആലോചിക്കുക. ഈ വചനങ്ങളെല്ലാം ഖുർആനിലെ 82-ാം അധ്യായം 5, 6, 7 വചനങ്ങളാണ്. 82-ാം അധ്യായം ഇൻഫിത്താറിന്റെ ഈ വചനങ്ങളിലൂടെയൊക്കെ പൊതുവായി പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ഒരു നാഥനെ നിങ്ങൾ തിരിച്ചറിയണം. ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ പറയുന്നത് ഈ ഒരു യാഥാർത്ഥ്യം. ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം, സകല ലോകങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം അല്ലേ? ഇസ്രായേലിലെ കേട്ടാലും യേശുക്രിസ്തു പറയാ നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, മൂന്നാളാലെന്നല്ല, ഏക കർത്താവ്. അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക എന്നാണ്. മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനമാണ്. വ്യക്തമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ തുറന്നു പറയട്ടെ, നമുക്കെല്ലാം ഒരു ഐക്യത്തിലെത്താം. നമുക്ക് സൂര്യനെ ഉദിപ്പിച്ചു തന്ന, നമുക്ക് ചന്ദ്രന്റെ നിലാവലകൾ നൽകിയ, നാം ഈ ഭൂമുഖത്തേക്ക് വരുമ്പോ ഈ ഭൂമിയെ സംവിധാനിച്ച, നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നവൻ ആരാണോ അവനെ ആരാധിക്കാം. ഇത് വർഗീയതയുടെ വിശ്വാസമല്ല, ഇത് വിഭാഗീയതയുടെ വിശ്വാസമല്ല, ഇത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഐക്യത്തിന്റെ മഹോന്നതമായ സന്ദേശമാണ്. ഈ സന്ദേശമാണ് ആദ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ. ഇനിയും നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ ജീവിതം എന്താണ്? മനുഷ്യന്റെ ഇസ്ലാമിൽ ഖുർആനിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഖുർആനിന്റെ കേന്ദ്ര ബിന്ദു മനുഷ്യനാണ്. ഖുർആനിന്റെ കേന്ദ്ര ബിന്ദു മനുഷ്യനാണ്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ പാവം പിടിച്ചൊരു അവർണനെ ചുട്ടുകൊന്നു. തല്ലിക്കൊന്നതിന് ശേഷം പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നു. ലബനാനിലോ ഇറാഖിലോ ഫലസ്തീനിലോ അല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മണ്ണിൽ. എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നറിയോ? പരിശോധിക്കാൻ നിങ്ങൾ നോക്കൂ. തൊട്ടപ്പുറത്തെ പറമ്പ് കിടന്നിട്ട് ഒരു പശുവിനെ തല്ലി. അത്രേ, ഒരു പശുവിനെ തല്ലി. അതിന്റെ പേരിൽ നിങ്ങൾക്കറിയോ, ഹരിയാനയിലെ 5 ദലിതരെ ചുട്ടുകൊന്നു. 5 ദലിതരെ ചുട്ടുകൊന്നു. എന്തിന്?
ഇന്ത്യയിൽ നടന്ന സംഭവം പറയണേ, 5 ദലിതരെ ചുട്ടുകൊന്നു. എന്തിനാ? ഒരു പശു ചത്തു. അപ്പൊ അതിനെ മറമാടണല്ലോ സ്വാഭാവികമായി. അപ്പൊ ഈ പട്ടിണി കിടന്ന ദലിതരെന്ത് വിചാരിച്ചു? ആ പശുവിന്റെ തൊലി ഉരിഞ്ഞെടുത്താല് ആ തൊലി വിറ്റ് കുറച്ച് പൈസ ഇട്ടല്ലോ, അതുകൊണ്ട് പശി അടക്കാണ്. അങ്ങനെ പശുവിന്റെ തൊലി ഉരിഞ്ഞപ്പോ എന്തുണ്ടായി? 5 ദലിതരെ ചുട്ടുകൊന്നു. ഈ ഒരു ദുര്യോഗം ഇസ്ലാമിനില്ല. കല്ല്, മുള്ള്, മുരട്, മൂർക്കൻ പാമ്പ്, എലി, തവള, പശു, ആന, കുതിര, ഇതിനൊന്നും ആരാധിച്ചിട്ട് മനുഷ്യരെ കൊല്ലുക, എന്നിട്ട് ജന്തുക്കളെ നിലനിർത്തുക, ഈ ഒരു സമ്പ്രദായം ഇസ്ലാമിനില്ല. എനിക്ക് അത്ഭുതം തോന്നിയത്, ഹരിയാനയില് ഈ 5 ദലിതരെ കൊന്നപ്പോ ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, അയാൾ മാറാടൊക്കെ വന്നിട്ടുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്ന, ഗുജറാത്തിലൊക്കെ നരഹത്യക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാ. അയാൾ പറയാണ്, ഹിന്ദു ധർമ്മം അനുസരിച്ച് പശുവിനെ കൊല്ലുന്നത് വലിയ പാപമാണ്. അത്ര പാപമല്ല എന്ത് മനുഷ്യനെ തട്ടുന്നത്. അവിടെയാണ് ഇസ്ലാം എന്താണ് എന്ന് പഠിക്കേണ്ടത്. ഇസ്ലാമിന്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വലിയ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്. ഇപ്പൊ ഹജ്ജിന്റെ സീസണാണ്. ഈ ഹജ്ജിൽ കാബത്തുകളിൽ ചെന്ന നിങ്ങൾക്കറിയോ, ഇസ്ലാമിന്റെ ഒരു പ്രഖ്യാപനം തന്നെ ഈ കാബത്തെ പോലെ ദുൽഹജ്ജ് 9 പോലെ, ദുൽഹജ്ജ് മാസം പോലെ, അതിന്റെ പവിത്രത പോലെ, ഇന്ന ദിമാഅകും വഅംവാലകും വഅറാലകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. മനുഷ്യരെ നോക്കൂ, ഒന്നാമത്തെ മേഘനാ കാർട്ട, ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം. മനുഷ്യരെ നോക്കൂ, ജാതി തിരിച്ചില്ല. മനുഷ്യരെ, ഈ കാബത്തിന്റെ പരിശുദ്ധത പോലെ, ദുൽഹജ്ജ് 9ന്റെ പരിശുദ്ധത പോലെ, അതുപോലെ ദുൽഹജ്ജ് മാസത്തിന്റെ പരിശുദ്ധത പോലെ നിങ്ങളുടെ രക്തം വളരെ പ്രധാനമാണ്, നിങ്ങളുടെ സമ്പത്തും വളരെ പ്രധാനമാണ്, നിങ്ങളുടെ അഭിമാനവും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അന്യായമായി മനുഷ്യനെ കൊല്ലല്ലേ. വിശുദ്ധ ഖുർആൻ പറയാണ്, സൂറത്ത് മാഇദയുടെ 5-ാം അധ്യായം 32 പറയാണ്, അങ്ങനെ അല്ലാഹു ഒരു വിധി നൽകി ബനൂ ഇസ്രായേലുകൾക്ക്, അന്യായമായി ഒരു മനുഷ്യനെയും കൊല്ലല്ലേ. അങ്ങനെ അന്യായമായി കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീആ വമൻ അഹ്യാ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ. അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ, തെൽമൂദ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, തെൽമൂദ്. അതിൽ പറയാണ്, അകാരണമായി ഒരു യഹൂദനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ യഹൂദനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത. എന്നാ ഖുർആൻ പറയുന്നതോ, അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ, പൊട്ടുതൊട്ട അമ്മയുടെ മകനായിരുന്നാലും തട്ടമിട്ട ഉമ്മയുടെ മകനായിരുന്നാലും, അത് CPM ആയിരുന്നാലും CPI ആയിരുന്നാലും BJP ആയിരുന്നാലും ABVP ആയിരുന്നാലും SSF ആയിരുന്നാലും MSM ആയിരുന്നാലും SIO ആയിരുന്നാലും ഏതേത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അന്യായമായി മനുഷ്യരെ കൊല്ലരുത് എന്ന് കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ട് അല്ലേ. എല്ലാരും കണക്കാ. പാർട്ടി പക്ഷത്തിന്, അതിന്റെ അനുയായികൾക്ക് എന്തിനാ വെട്ടുകത്തി, എന്തിനാ പിച്ചാത്തി, എന്തിനാ വടിവാള്? അവസാനിപ്പിക്കണം. LDF-നോട്, CPM-നോട്, BJP-യോട്, എല്ലാ തീവ്രവാദ സംഘടനകളോടും, എല്ലാ ഭീകരവാദ സംഘടനകളോടും, മനുഷ്യന്റെ നോക്ക് പാടത്ത് നെൽക്കതിരുകൾ അരിഞ്ഞെടുക്കുന്ന ലാഘവത്തോടെ മനുഷ്യന്റെ കഴുത്തരിയുന്നവരോട് കേട്ടോ, പാടത്ത് ചെന്ന് നെൽക്കതിര് അരിഞ്ഞെടുക്കുന്ന പോലെ മനുഷ്യന്റെ കഴുത്തരിയുന്നവരോട്, അവരോട് മുഴുവനും തീർത്തു പറയുന്നു, അരുത്, മനുഷ്യരെ കൊല്ലരുത്, അന്യായമായി മനുഷ്യരെ കൊല്ലരുത്. ഇത് വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. എന്തിനാ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തൂടെ, ക്ഷമിച്ചൂടെ, പുറത്തു കൊടുത്തുകൂടെ? എന്താ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിസ്സാരമായ സംഗതിക്ക് പോലും എന്തിനാ പരസ്പരം കൊല്ലുന്നത്? ക്ഷമിക്കാൻ പറഞ്ഞൂടെ? പാർട്ടിക്കാരെ, നേതാക്കന്മാരെ, ക്ഷമ എന്നൊരു വിഷയങ്ങളെ എല്ലാ ക്ലാസ്സിലും ഞങ്ങൾ വന്നെടുത്തോളാം. നിങ്ങൾ എല്ലാ പാർട്ടിക്കാരെ ഇരുത്തി തന്നാൽ മതി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും, എല്ലാ മതസംഘടനയും. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഇപ്പൊ ഇന്നലെ ഞാന് തിരുവനന്തപുരത്ത് ചെന്നു. അവിടെ ഒരു മറുപടി പ്രസംഗമാണ്. സുന്നി പ്രസ്ഥാനത്തിന് അവർക്ക് സംഭവിച്ച തെറ്റുകൾ ചൂണ്ടിക്കണ്ടു. ഭയങ്കര ബഹളം, കൂക്കല്, തല്ലാൻ വരല്. എന്താണ്? അവരങ്ങനെ ശീലിച്ച്, അവരങ്ങനെയാ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാ പാവം പിടിച്ച യുവാക്കള് ഇതിനൊക്കെ തയ്യാറാണ്? ഉസ്താദുമാരെ ചെല്ലടാ ഉസ്താദുമാര്